നിവിൻ പോളിക്കെതിരെ ആരോപണത്തിൽ പെൺകുട്ടിയുടെ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് കൂടിപ്പോകുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം റിപ്പോർട്ടർമാർ അടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ രീതിയിൽ മറുപടി പറയാൻ ആ സ്ത്രീയെ കൊണ്ട് സാധിക്കുന്നില്ല. സ്ത്രീയുടെ വാക്കിലുണ്ടാവുന്ന വൈരുദ്ധ്യം പലപ്പോഴും നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് കേരളത്തിലെ ജനങ്ങളെ തന്നെ ഉറപ്പിക്കാൻ കാരണമാവുന്നു. നിവിൻ പോളിയുടെ ഫാൻസ് അടക്കം തന്റെ ജീവന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നു എന്ന രീതിയിലൊക്കെ ആ സ്ത്രീ പറയുകയുണ്ടായി. ഒരു പക്ഷേ ഇതുപോലുള്ള പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രകടനങ്ങൾ തന്നെ കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇതുപോലുള്ള ആരോപണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതെല്ലാം തന്നെ ശരിയായി നടന്ന സംഭവമാണെന്ന് വിശ്വസിക്കാൻ തന്നെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം കൂടുതലും വ്യക്തതയില്ലാത്ത കെട്ടിച്ചമച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പല യുവതികളും തനിക്കെതിരെ പീഡന ആരോപണവുമായി ഒരുപാട് നായകന്മാരുടെ പേരുകൾ തന്നെ പങ്കുവെക്കുന്നത്. എന്തു തന്നെ ആയാലും മലയാള സിനിമയിലെ പുരുഷന്മാർക്കെതിരെയോ അതല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാർക്കെതിരെയോ ഇതുപോലെ ആരോപണം ഉന്നയിക്കുന്നത് ആര് തന്നെ ആയാലും അത് തെളിയിക്കാൻ സാധിക്കാതിരിക്കുകയും അതോടൊപ്പം വ്യാജമായ ആരോപണം മാത്രമാണെന്ന് തെളിയുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ നായകന്മാർക്കുണ്ടായ മാനനഷ്ടത്തിന് വ്യക്തമായ നഷ്ടപരിഹാരം നൽകുകയും അതോടൊപ്പം ആ സ്ത്രീയെ നല്ല രീതിയിൽ തന്നെ ശിക്ഷിക്കുകയും ചെയ്യണം എന്നൊരു അപേക്ഷ കൂടി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. എന്തു തന്നെ ആയാലും വ്യക്തമായ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഒരാളെ കുറ്റപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ട് എളുപ്പമാണ്. ഒരുപക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ കുടുംബക്കാരടക്കം എല്ലാവരും തന്നെ ആ പ്രതിക്കെതിരെയാണ് സംസാരിക്കാർ. എന്നാൽ നിവിൻ പോളിയുടെ കാര്യത്തിൽ തൻ്റെ അമ്മ തനിക്കൊപ്പം തന്നെ നിന്നെന്നും തൻ്റെ അമ്മ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയെന്നും അതിനുള്ള ആത്മവിശ്വാസമൊക്കെ തനിക്ക് തൻ്റെ അമ്മയാണ് നൽകിയത് എന്ന രീതിയിലൊക്കെയും തന്നെ ആ നായകൻ പറയുകയുണ്ടായി. എന്തു തന്നെയായാലും കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന ഇതുപോലുള്ള പൂർണ്ണ പിന്തുണ ഏതൊരാണിനും നിരപരാധിത്വം തെളിയിക്കാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു അമ്മ വ്യക്തമായ രീതിയിൽ ആത്മവിശ്വാസം സ്വന്തം മകന് നൽകുമ്പോൾ പിന്നെ അവനൊന്നും തന്നെ ഭയക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നിവിൻ പോളി തികച്ചും നിരപരാധിയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കട്ടെ.